നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ, പാത തന്നെയാണ് ലക്ഷ്യം എന്നുള്ള ഡിസ്കഷനിലാണ്. സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിലൂടെ കടന്നുപോയി. അത് നമ്മൾ ദിവസം ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയാണ് മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്താനാവും. അപ്പോൾ രൂപപ്പെടുത്തുക എന്നുള്ളതൊരു നമ്മുടെ ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ പിന്നെ അത് നാച്ചുറൽ ആവണം. അപ്പോൾ അത് നാച്ചുറൽ ആയില്ലെങ്കിലാണ് 10ാമത്തെ പ്രമാണം. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, വിനയാന്വിതനായി ഇത് ആവർത്തിക്കുകയല്ല എന്ന് തീരുമാനിച്ച് ശരണാഗതനായി മാപ്പിരക്കുക എന്ന് പറയുന്നത്. വീണ്ടും ആ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണം. വീണ്ടും ഫസ്റ്റ് പ്രമാണത്തിൽ നിന്ന് നമ്മൾ 9th പ്രമാണത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം ഉള്ള ജീവിതം നാച്ചുറലാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ശ്ലോകം പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 6ാം അധ്യായം ആത്മസംയമ യോഗം, അതിന് 3ാമത്തെ ശ്ലോകം വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ആരുരുക്ഷോർമുനേർ യോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ. യോഗം നേടാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് കർത്തവ്യ കർമാനുഷ്ഠാനം മാർഗമെന്ന് പറയുന്നു. യോഗം നേടിയാൽ അദ്ദേഹത്തിന് അത് തുടർന്ന് നിലനിർത്താനുള്ള ശ്രമം തന്നെയാണ് സാധന. 2ാമത്തെ ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെയോ എത്തി നേടി എന്ന് പറയുന്ന അർത്ഥമില്ല. അത് നിലനിർത്തുക എന്നുള്ളതാണ്. നിലനിർത്തി അത് മാനിഫെസ്റ്റ് ചെയ്യുക, അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമാക്കി മാറ്റുക. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പശുവിന് എങ്ങനെയാണ് പശുവായി ജീവിക്കേണ്ടത് പഠിപ്പിച്ചേണ്ട കൊടുക്കേണ്ട കാര്യമില്ല. ഒരു മാവിന് മാങ്ങ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് വേറൊന്നും ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് മാങ്ങ തന്നെ അതിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഭൂമിയോട് പഠിപ്പിക്കേണ്ട കാര്യമില്ല അതിൻ്റെ അച്ഛനെ തിരിയണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നിനും പഠിപ്പിക്കേണ്ട കാര്യമില്ല. മനുഷ്യനാവാൻ പഠിക്കേണ്ട ആവശ്യം വരുന്നത്. മനുഷ്യൻ്റെ നാച്ചുറൽ സ്വഭാവമാണ് ഈ തരത്തിലുള്ള ഭക്തി സ്നേഹഭാവങ്ങൾ ഉത്തത്തക്ക വിധമുള്ള ജീവിതം. മനുഷ്യനെ കാണുമ്പോൾ തന്നെ ഇതാണ് ഡിവിനിറ്റി മാനിഫെസ്റ്റ്. ലോകത്തിൽ സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ഇതാണ് മനുഷ്യൻ. ഇപ്പോൾ നമ്മൾ മഹാത്മാക്കളുടെ പേരുകൾ പറയുന്നു. അവരുടെ ജീവിതത്തേക്ക് അത്ഭുതത്തോടെ നമ്മൾ കാണുന്നു. എത്ര സ്നേഹത്തോടെയാണ് ജീവിച്ചത്.
എല്ലാവരെയും സെൽഫ്ലെസ്സായിട്ട് കെയർ ചെയ്തു, സ്വാർത്ഥതയില്ലാതെ ജീവിച്ചു എന്നൊക്കെ പറയും. നമ്മൾ അവരുടെ രൂപങ്ങൾ വെച്ച് ആരാധിക്കും. അതിനാണോ അവരങ്ങനെ ജീവിച്ചത്? എല്ലാവരും അങ്ങനെ ആവണം. ഇതൊരു അത്ഭുതമായി മാറരുത്. അങ്ങനെ അല്ലാത്തവരാണ് ഇവിടെ അത്ഭുതമാവേണ്ടത്. എന്താണ് ഇത്രയും ആൾക്കാർ വയലൻ്റ് ആവുന്നത് എന്നുള്ളതാണ് ഇവിടെ അത്ഭുതം സൃഷ്ടിക്കേണ്ടത്. അല്ലാതെ ഒരു ജീസസ് ക്രൈസ്റ്റോ ഒരു മുഹമ്മദ് നബിയോ ഒരു ഭഗവാൻ ശ്രീകൃഷ്ണനോ ഒരു ബാബുജി മഹാരാജോ ചാരിജി മഹാരാജോ ദാജിയോ അവർ ഇവിടെ ജീവിക്കുന്ന എന്തിനാണ്? എല്ലാവരും അതുപോലെ ആവാനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴും സ്മരിക്കണം. ലക്ഷ്യം അത് തന്നെ ആവുക എന്നുള്ളത്. അതാണ് അവരോട് ജീവിച്ച് കാണിക്കുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് തുടർന്ന് നിലനിർത്താനുള്ള ശ്രമം. ഇപ്പോൾ സാധന ശ്രമമായിട്ട് മാറുകയാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു ശ്രമമാണ്. നമ്മൾ എല്ലാം നേടിയതിന് ശേഷം വാക്കിലൂടെയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ശ്രമമാണ്. അപ്പോൾ ആദ്യം നമുക്കതിന് ട്രെയിനിങ് വേണം. ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് ഉണ്ട്, എങ്ങനെ ജോലി ചെയ്യണം എന്ന ട്രെയിനിങ് ഉണ്ട്, സ്കിൽഫുള്ളായിട്ട് വർക്ക് ചെയ്യുക ട്രെയിൻ ചെയ്യുന്നത് ഒക്കെ ട്രെയിനിങ്സ് ഉണ്ട്. പക്ഷേ പിന്നെയും ട്രെയിനിങ് വേണ്ടി ആണെങ്കിലും ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന കാര്യം സൈക്കിൾ ചവിട്ടിയിട്ട് കടയിൽ നിന്ന് പോയി സാധനം വാങ്ങാൻ തക്കോണം ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാനും നാച്ചുറലായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കാർ ഓടിക്കാൻ പഠിക്കുന്നത്. ഇപ്പോൾ കാറ് ഓടിച്ച് കുറേ കാലം കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ക്ലച്ച്, എവിടെയാണ് ഗിയർ എന്ന് ചോദിക്കുന്ന ഒരാൾ എന്താ കാര്യമുള്ളത്? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലാണ് മനുഷ്യൻ. പിന്നെയും ചോദിക്കുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് ടെൻഷൻ അനുഭവിക്കുന്നു, സ്ട്രെസ് അനുഭവിക്കുന്നു, ഇതിലെന്താണ് റിലീഫ്? ഒന്നും പറയാനില്ല. എന്താ പറയാനുള്ളത്? മനുഷ്യൻ നാച്ചുറലായിട്ട് സ്ട്രെസ് അനുഭവിക്കാൻ പാടില്ല. മനുഷ്യൻ നാച്ചുറലായിട്ട് ബാലൻസ്ഡ് ആവണം, കമ്പാഷനേറ്റ് ആവണം, സ്നേഹത്തിന് മാനിഫെസ്റ്റേഷൻ ആവണം. അതാണ് മനുഷ്യൻ. മനസ്സിനെ ശരിക്കും ഉപയോഗിക്കാൻ അറിയുന്നവനാണ് മനുഷ്യൻ. ഹ്യൂമെയിൻ ആവണം എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നതുകൊണ്ടാണ്. അതിന് ശേഷമേ അതിന് അപ്പുറമുള്ള യാത്ര തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ മാനിഫെസ്റ്റിംഗ് ലവായി മാറുകയാണ്. ദാജിയുടെ സന്ദേശം വായിച്ചു 2-3 ദിവസം മുമ്പേ. നിങ്ങൾക്ക് പാർഷ്യൽ അറ്റംപ്റ്റ്സ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ദാജി പറയുന്നത്. നൗ സ്റ്റാർട്ട് മാനിഫെസ്റ്റിംഗ്, എക്സ്പ്രസിങ്. ജീവിതത്തിൽ മാസ്റ്ററെ മാനിഫെസ്റ്റ് ചെയ്യൂ, സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യൂ, ദിവ്യതയെ മാനിഫെസ്റ്റ് ചെയ്യൂ. അതാണ് യോഗം എന്ന് ഭഗവാനോട് പറയുന്നു. മറ്റേ ഘട്ടം കടന്നു. പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് യോഗ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെയും സംശയമാണ്, യോഗ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് ആണോ, പ്രാണായാമമാണോ? അപ്പോൾ യോഗ അറിഞ്ഞു കഴിഞ്ഞിട്ടും യോഗ എന്താണെന്ന് അന്വേഷിക്കുകയാണ്. ദാജി തന്നെ ബാബുജി മഹാരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കോട്ട് ചെയ്യാറുണ്ട്, വീടെത്തിയതിന് ശേഷം പിന്നെയും വീട് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ട്രാൻസ്മിഷനോട് കൂടിയിട്ട് സാധന തുടങ്ങിയിട്ടുള്ള ഹാർട്ട്ഫുൾനെസ് അഭ്യാസികൾ എന്താണ് യോഗ എന്ന് അറിഞ്ഞു കഴിഞ്ഞു, സമാധി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് റീറ്റെയിൻ ചെയ്യുക, അത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡ്യൂട്ടിയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക, സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് മാറുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.